നമസ്കാരം. ഇലക്ഷൻ ബസിന്റെ യാത്ര തുടരുകയാണ്. ഈ പകൽ നമ്മൾ കണ്ട ആളുകളെയും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ്. പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്, തെരഞ്ഞെടുപ്പ് വികാരം എന്താണ്, തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇവിടെയുള്ളവരുടെ ചർച്ചകൾ എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ എത്തിയിരിക്കുകയാണ്. 5 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിലുള്ളത്. പരമ്പരാഗതമായി UDF ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ 5-ഉം LDF നേടിയ ജില്ലയാണ്. വളരെ കാലമായൊരു കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന് വലിയ അപ്രമാദിത്വമുണ്ട്. UDF ഇത്തവണ സംസ്ഥാന ഭരണം പിടിക്കണമെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് മികച്ച വിജയം ഉണ്ടാവുക കൂടി വേണം. NDAയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് നല്ല വേരോട്ടമുള്ള മണ്ഡലങ്ങൾ ഉള്ള ജില്ല കൂടിയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നമുക്ക് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ടെസ്റ്റ് കേസായി, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടത്താൻ പറ്റുന്ന ജില്ലയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ജില്ലയിലെ രാഷ്ട്രീയ വർത്തമാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ത് എന്നറിയാനാണ് ഇന്ന് ഈ അടൂരിൻ്റെ മണ്ണിൽ നമ്മൾ ഈ ഷോ നടത്തുന്നത്. ഇലക്ഷൻ ബസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അടൂരിലാണ്. ഇപ്പോൾ എന്നോടൊപ്പം ശ്രീ അഡ്വക്കേറ്റ് DN ത്രിദീപ്, അദ്ദേഹം UDFനെ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നു. ശ്രീ PB ഹർഷകുമാർ, അദ്ദേഹം CPMനെ പ്രതിനിധീകരിക്കുന്നു. ശ്രീ ഷാജി രാഘവൻ, അദ്ദേഹം BJP NDAയെ പ്രതിനിധീകരിക്കുന്നു. 3 അതിഥികളാണ് നമുക്ക് ഒപ്പം ഉള്ളത്. ഈ 5 മണ്ഡലങ്ങളുടെയും രാഷ്ട്രീയ വർത്തമാനം, എങ്ങോട്ടാണ് കേരള രാഷ്ട്രീയം ചലിക്കുന്നത്, ഇത് ചർച്ച ചെയ്യാനാണ് നമ്മളിതാ ഇവിടെ കൂടിയിരിക്കുന്നത്. ആദ്യം ശ്രീ ത്രിദീപ്, UDFനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞത് മാതിരി 5-0 പരാജയമാണ് പത്തനംതിട്ട പോലെ ഒരു ജില്ലയിൽ. പത്തനംതിട്ട ജില്ല രൂപീകൃതമായപ്പോൾ തന്നെ അതൊരു UDF ജില്ല എന്നൊരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ഭരണത്തിൽ നിന്ന് മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഒരു തിരസ്കാരം നേരിട്ടിട്ടുണ്ട്. അതിന് ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമോ? അങ്ങനെ മാറ്റമുണ്ടാകുമെങ്കിൽ അതിന് കാരണം എന്താണ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷം നേടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ പ്രധാന കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് പത്തനംതിട്ട ജില്ലയിൽ UDFന് ഉണ്ടായിട്ടുള്ളത്. ആ വിജയമുണ്ടാകാൻ ഒരു കാരണം കൂടിയുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം വികാരങ്ങളുണ്ടായിരുന്നോ, പ്രതിഷേധമുണ്ടായിരുന്നു, അതേ പ്രതിഷേധവും അതേ വികാരവും ഇപ്പോഴുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് മേൽക്കൈ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവർത്തിക്കും. അതിൽ LDFന്റെ ശ്രീ ഹർഷകുമാർ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഈ 3 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴേക്കും 2021 ആയപ്പോഴേക്കും 3, 4, 5 അങ്ങനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ 5ഉം നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് വലിയ മത്സരങ്ങൾ നടക്കുന്ന ജില്ലയുണ്ട്. നേരത്തെ തുടക്കത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ NDA വലിയ സ്വാധീനം ചെലുത്തുന്ന മണ്ഡലമുണ്ട്. അങ്ങനെ ഈ 5 മണ്ഡലവും നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇത്തവണയുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം 5 നിയമസഭാ മണ്ഡലങ്ങൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായൊരു കാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സ്വാധീനിക്കുന്നത് തദ്ദേശീയമായ ഒട്ടേറെ പ്രശ്നങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ LDF ആണ് 2021 ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കഴിഞ്ഞ തവണത്തെക്കാൾ 6 സീറ്റ് കൂടി കൂടുതൽ നേടി കേരളത്തിൽ അധികാരത്തിൽ വന്നു. 1ാം പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് 6 സീറ്റ് കൂടി കൂടുതൽ നേടി 2ാമത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അപ്പോൾ ഇപ്രാവശ്യവും കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന നേട്ടം കൊണ്ടുവന്ന, കേരളത്തിൻ്റെ ചരിത്രത്തിലൊരിക്കലും ഇത്രമാത്രം വികസനത്തെ സംബന്ധിച്ച് ആർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ആ വികസന നേട്ടം മാത്രമല്ല, പറഞ്ഞ കാര്യം സത്യസന്ധതയോടെ നടപ്പാക്കിയൊരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ മറക്കാൻ എങ്ങനെ ഈ ജനങ്ങൾക്ക് കഴിയും? ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ആഹാര പാത്രത്തിൽ അരിക്ക് മുട്ടില്ലാത്ത ഒരു കാലം, അവരുടെ മക്കൾ പള്ളിക്കൂടത്തിൽ പോകുന്ന സമയത്ത് ആ പള്ളിക്കൂടങ്ങളിൽ ആടിയ കാലുള്ള ബെഞ്ചും ഡെസ്കുമായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റി പാമ്പ് കടിക്കുന്ന ക്ലാസ് മുറികളുള്ള പള്ളിക്കൂടങ്ങളായിരുന്നെങ്കിൽ അതിനെയെല്ലാം മാറ്റി ആധുനിക സൗകര്യങ്ങളുള്ള പള്ളിക്കൂടങ്ങൾ കൊടുത്ത് ചികിത്സാ സൗകര്യങ്ങൾ എല്ലാ തരത്തിലും മെച്ചപ്പെടുത്തി കൊടുത്തൊരു സർക്കാർ. ആ സർക്കാർ അതുമാത്രമല്ല, ക്ഷേമ പെൻഷൻ
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം മുടക്കിയിടത്തുനിന്ന് അത് വെറും 600 രൂപ മുടക്കിയിടത്തുനിന്ന് 2000 ആക്കി ഉയർത്തിക്കൊടുത്ത് കൃത്യമായി കയ്യിൽ കൊടുക്കുന്ന ഒരു കാലം. അതായത് ഭരണാനുകൂല തരംഗമുണ്ടെന്നാണ്. അതിശക്തമായ ഭരണാനുകൂല തരംഗം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ കടുത്ത സാമ്പത്തിക അവഗണനയിലും ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ഈ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ബാലഗോപാൽ മാറി ഐസക് മാറി ബാലഗോപാൽ മന്ത്രിയായി വന്നപ്പോൾ ഇന്ന് പൂട്ടാൻ പോകുന്നു, നാളെ പൂട്ടാൻ പോകുന്നു, മറ്റന്നാളി പൂട്ടാൻ, ഇങ്ങനെ ട്രഷറി പൂട്ടുമെന്ന് പറഞ്ഞിടത്ത് 1/2 മിനിറ്റ് പോലും ട്രഷറി പൂട്ടിക്കാതെ ഈ വികസന കാര്യങ്ങൾ കേന്ദ്ര അവഗണനക്കിടയിലും ധനസമാഹരണം നടത്തി ചെയ്തൊരു ഗവൺമെന്റിനെ എങ്ങനെ ജനങ്ങൾ മറക്കും? ഷാജി രാഘവൻ, ഇപ്പോൾ നമ്മൾ NDA എടുത്താൽ ആറന്മുളയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലം. പക്ഷേ അവിടെ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥി ആയത് വലിയ സമ്മർദ്ദം, ഘടകകക്ഷികൾക്ക് കൊടുക്കരുതേ എന്ന സമ്മർദ്ദം പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിനനുസരിച്ചുള്ള പെർഫോമൻസ് മറ്റു പലപ്പോഴും വരാറില്ല. കോന്നിയിൽ നമുക്കറിയാം കെ സുരേന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച് അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത്തവണയാണെങ്കിൽ ഡീൽ എന്ന ആരോപണം പലയിടത്തുനിന്നും ഉയരുകയും ചെയ്യുന്നു. നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷ എന്താണ്? അല്ല, ഇനി 19 ദിവസമേ ഉള്ള ഇലക്ഷൻ. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ LDFും UDFും. പത്തനംതിട്ടയിലെ ഏതാണ്ട് അവസ്ഥ അത് തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? എല്ലാ കാലങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ചില വിവാദങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ജനങ്ങളെ വിട്ടികളാക്കി ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു പോകും. ദേശീയ ജനാധിപത്യ സഖ്യം ഇത്തവണ കേരളത്തിലും ഈ പത്തനംതിട്ടയിലും വെച്ചിരിക്കുന്ന വികസനത്തിൻ്റെ അജണ്ടയാണ്. ഞങ്ങൾ വെച്ച ആ അജണ്ടയുടെ പിൻപറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവർ നിർബന്ധിതരായിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം വികസനത്തെപ്പറ്റി പറയുന്നുണ്ട്. ഞങ്ങൾ വികസനത്തെപ്പറ്റി പറയുമ്പോൾ കൃത്യമായി ഈ രാജ്യത്തും അതേപോലെ തന്നെ നിരവധി ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിലും വികസനത്തിൻ്റെ അജണ്ട മുമ്പിൽ വെച്ച് അധികാരത്തിൽ വരികയും അഴിമതിയില്ലാത്ത ഭരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ അഴിമതിയില്ലാത്ത ഭരണത്തെപ്പറ്റിയും സുസ്ഥിരമായ ഭരണത്തെപ്പറ്റിയിട്ടും പറയുന്നത്. ഇത് ഈ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ കൃത്യമായി പത്തനംതിട്ടയിലെയും കേരളത്തിലെയും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയം നമ്മൾ നിൽക്കുന്ന ശബരിമലയുടെ മണ്ണിലാണ്. ഈ മണ്ണിൽ കഴിഞ്ഞ 7-8-10 വർഷക്കാലമായി നമ്മൾ വിചാരിച്ചിരുന്നത് ഇടതുപക്ഷക്കാർ മാത്രമാണ് ശബരിമലയിലെ കൊള്ളക്കാരെന്നാണ്. 2018 ശ്രീ പിണറായി വിജയൻ അവിടെ സ്ത്രീകളെ കയറ്റിക്കൊണ്ട് അവിടുത്തെ ആചാര ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം 2018 മുതൽ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസുകളൊക്കെ നടക്കുക. നമ്മളൊക്കെ കരുതിയത് ഇവർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ 2018 മുതൽ സ്വർണം കട്ടവൻ, സ്വർണം ഉരുക്കിയവൻ, ആ ഉരുക്കിയ സ്വർണം മേടിച്ചവൻ 2017 ശ്രീമതി സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. എന്തിനു കണ്ടു എന്നുള്ളത് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ ആരാധനാലയങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ആരാധനാലയങ്ങൾ എത്രയോ വർഷക്കാലമായി ഈ 2 മുന്നണികൾ കൊള്ളയടിക്കുന്നില്ലേ? ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ഒരൊറ്റ വിഷയം കൂടിയുണ്ട്. മത തീവ്രവാദ ശക്തികൾക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുകയാണ് 2 മുന്നണിയും. മതമാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞവരെ തള്ളിപ്പറയാൻ ഈ 2 മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ വാരിപ്പുണരാൻ UDFിൽ ഇപ്പം തന്നെ അവരുണ്ട്. LDFും കാത്തിരിക്കുകയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിനെ കൂടെ ചേർക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ഈ വർഗീയ രാഷ്ട്രീയത്തെ ഇപ്പോഴും തള്ളി പറയാൻ പിണറായി വിജയനോ VD സതീശനോ തയ്യാറാവാത്തെന്നുള്ള യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ. വലിയൊരു ക്രൗഡ് ഉണ്ട് നമുക്ക്. വളരെ എന്താ പറയുക, പത്തനംതിട്ടയിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയുന്നവർ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും എന്നറിയാം. ഇപ്പോൾ ഈ 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ അവരെന്തുകൊണ്ട് ജയിക്കുമെന്ന കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? പത്തനംതിട്ടയിൽ ഏറ്റവും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാവുന്ന കാര്യങ്ങൾ എന്താണ്? അതിനെ ഈ മുന്നണികൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നതാണ് എനിക്ക് ഏറ്റവും സാധാരണക്കാരിൽ നിന്ന് അടക്കം എനിക്ക് അഭിപ്രായം പറയണം. പിറകിൽ നിൽക്കുന്നവർ എനിക്കറിയാം ഏറ്റവും കൃത്യമായ അഭിപ്രായമുള്ളവരാണ്. അവരിൽ നിന്ന് അടക്കം അറിയാം. എന്തായാലും ആദ്യം കൈ കാണിച്ച ആളെന്ന നിലയ്ക്ക് വളരെ ചുരുക്കി ചോദ്യരൂപത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നമുക്കറിയാം, ഒരിക്കലും സാധ്യമാകില്ല എന്ന് പറഞ്ഞ ദേശീയപാത യാഥാർത്ഥ്യമായത് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് 5500 കോടി രൂപ കൊടുത്താണ്. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായത് കേരള ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രതികരണമാണ്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇവിടെ കേരളത്തിൽ നിന്ന് യാഥാർത്ഥ്യമാണ്. അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞ പള്ളിക്കൂടങ്ങൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ താലൂക്ക് ആശുപത്രികളിൽ പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യത്തക്ക സംവിധാനങ്ങളുണ്ടായിരിക്കുന്നു. എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ ഉണ്ടായിരിക്കുന്നു. ഇതൊരിക്കലും ഈ സമൂഹം പ്രതീക്ഷിച്ചതല്ല. 65 ലക്ഷം മനുഷ്യർക്ക് 2000 രൂപ പ്രതിമാസം കൊടുക്കാൻ അഭിമാനത്തോടെ ഈ നാടിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണത്. ഈ ഉത്തരവാദിത്തത്തിന് മുന്നിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കണ്ടയ്ക്കാൻ കഴിയില്ല. ശരി, ഇതിന് കൗണ്ടർ ഉണ്ടോ? ഇത് എനിക്ക് പറയാനുള്ളത്, മുല്ലൂര് ഫ്ലൈബ്രിഡ്ജ് ജീവനക്കാരൻ അപ്പൻ, എന്റെ അപ്പം മരിക്കുമ്പോൾ സഖാവ് K ഷാജിയും സഖാവ് MA രോജാവ് പോലും ഇന്ന് കൊല്ലം ജില്ലാ
ഭരിക്കുന്ന സഖാവ് എന്നെ ജില്ലാ സെക്രട്ടറി ആയതെല്ലാം മത്സരിച്ച് എനിക്ക് ഒരു തുള്ളി വെള്ളം തരാനും ഇന്ന് ഞങ്ങള് അരി പോലും ഇല്ല വീട്ടിൽ. അറിയാവൂ? അല്ല അദ്ദേഹം പറയട്ടെ ആ കമ്മ്യൂണിസ്റ്റുകാരൻ ബ്ലാക്ക് സെക്രട്ടറി എന്താ ചോദ്യം എന്താ? ആ. ഇന്ന് കൊണ്ട ബി എൻ ഗോപാല എനിക്ക് തന്നാക്കുന്ന ആ, ഓക്കേ. വേണ്ടതൊക്കെ ബി എൻ ഗോപാൽ മാത്രമല്ല ആ. ചിറ്റയും ഗോമാരെ വീട്ടിൽ കൊണ്ടുവന്ന് 5 കിലോ ശരി, അരി വേണ്ടതൊക്കെ LDF കൊണ്ട് തന്നു. ആ, ഓക്കെ, ശരി ശരി ശരി. ഇനി എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ചേട്ടാ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളിൽ ഏറ്റവും സജീവമായി നിന്നൊരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണോ? ആളുകളെ സ്വാധീനിക്കുന്ന വിഷയമാണോ? ഒരു കാരണവശാലും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. കാരണം കൊണ്ട് ഇപ്പോഴത്തെ വികസനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ശബരിമലയ്ക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് എക്കാലവും. അവിടെ നിന്ന് ഒരു സത്യസന്ധമായിട്ട് സർക്കാർ ഒരിക്കലും അവിടെ നിന്നുള്ള ഒരു ഫണ്ടുകളും എടുത്തിട്ടുമില്ല. ഒരു ചോദ്യം ആരോടാണ്? ഈ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ ഈ മണ്ഡലത്തിൽ ബാധിക്കത്തില്ല. അതിന് ഉദാഹരണം, ശബരിമല നിലനിൽക്കുന്ന പെരുന്നാട് പഞ്ചായത്ത് ഭരിക്കുന്ന LDF ആ. ശബരിമല അയ്യപ്പന്റെ കൊട്ടാരം നിൽക്കുന്ന പന്തളം നഗരസഭ ഭരിക്കുന്നത് LDF ആ. ഈ തെരഞ്ഞ രണ്ട് സന്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വ്യക്തമായ മേൽക്കൈ നേടിയ ഈ മണ്ഡലത്തിൽ ഈ ശബരിമല വിഷയം ഏശത്തതേ ഇല്ല. ശബരിമല വിഷയത്തിൽ പൂർണ്ണമായും എതിരഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 15 കൊല്ലക്കാലം കൊണ്ട് ഈ സംസ്ഥാനം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുകയാണ്. ഇവിടെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റങ്ങൾ, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ, ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ശബരിമല വിഷയമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അത് UDFന് അനുകൂലമായിട്ട് വരും. ഇനി എത്ര പഞ്ചായത്ത് LDF ഭരിച്ചാലും ഈ എറണാകുളം, ഈ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മറുപടിയുണ്ട്. ശബരിമല വിഷയത്തിൽ ശബരിമല നിൽക്കുന്ന പത്തനംതിട്ടയിൽ അടിപത്രം നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ശബരിമല അടക്കം ഏത് ക്ഷേത്രങ്ങളിലെയും ഏത് ആരാധനാലയങ്ങളിലെയും ഏത് കൊള്ളയായിക്കോട്ടെ ഈ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ബോധ്യപ്പെടുത്തി അതിശക്തമായ നടപടിയെടുത്ത സർക്കാരാണ് ഈ സർക്കാർ. മാത്രമല്ല, ശബരിമലയിൽ അവിടെ കൊണ്ട് തീരുന്നില്ല. ശബരിമലയിൽ ഇന്ന് ഈ സമരത്തിനിറങ്ങിയ UDF ഉണ്ടല്ലോ, UDFന്റെ ഭരണകാലത്ത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ 3.5 കോടിയുടെ പാത്രം വാങ്ങിയ അഴിമതി കേസ് വിജിലൻസിന്റെ മുമ്പിൽ എത്തിച്ചത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. അപ്പം ഈ അഴിമതിയെ പറ്റിയൊക്കെ ഈ പറയുന്നു. പക്ഷേ ഇടതുപക്ഷ മുന്നണി എന്താ? ഇടതുപക്ഷ മുന്നണി ആരായാലും, അതിൽ ഇടതുപക്ഷത്തുള്ള ആളായാലും വലതുപക്ഷത്തുള്ള ആളായാലും മോഷണം നടത്തിയ ആളുകൾ അല്ലെങ്കിൽ അവിടെ ക്രമക്കേട് നടത്തിയ ആളുകൾ അവരുടെ പേരിൽ കർശനമായി നടപടി. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തല്ലോ, പാർട്ടി നടപടിയെടുക്കാൻ കുറ്റപത്രം വരട്ടെ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പത്മകുമാറിനെ മാറ്റി നിർത്തി. ഞാൻ ചോദിക്കട്ടെ, അടൂർ പ്രകാശിന് നടപടിയെടുത്തോ കോൺഗ്രസ്? എന്തിന്? ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അടൂർ പ്രകാശ് പല അടൂർ പ്രകാശ് SIT അറസ്റ്റ് ചെയ്തിരുന്നോ? അടൂർ പ്രകാശിനെ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തപ്പോ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. കുറ്റപത്രം വരട്ടെ. പോലീസ് പറയുന്നത് മാത്രമല്ലല്ലോ, ചില കാര്യങ്ങളിൽ മാത്രമാണോ, സെലക്റ്റീവായി മാത്രമാണോ ഈ കുറ്റപത്രം? എല്ലാ കാര്യത്തിലും ഒരുപോലെ തന്നെയാണോ? എല്ലാ കാര്യത്തിലും ഒരുപോലെ. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഈ ശബരിമല അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ 2 കൂട്ടരും ശബരിമലയിൽ പിടിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം 10 വർഷം മുമ്പുണ്ടായിരുന്ന ഇരുട്ടിൽ നിന്ന് കേരളത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നൊരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ കാണാതിരിക്കാൻ പറ്റുമോ? 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെ കാണാതിരിക്കാൻ പറ്റുമോ? റേഷൻ കടയിൽ ചെന്നാൽ കൃത്യമായി സാധനം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റിനെ കേരളത്തിൽ നാഷണൽ ഹൈവേ ഒരു ഗവൺമെന്റ്. ശബരിമലയല്ല, ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് വിഷയം. അതാണ് LDF ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ആദ്യം മറുപടി പറയാം. ജീവൽ പ്രശ്നമാണ് പ്രശ്നം.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം വില കൂടാത്ത ഏതെങ്കിലും ഒരു സാധനം കേരളത്തിലുണ്ടോ? അരിയുടെ വില എന്താ ഇന്ന്? വെളിച്ചെണ്ണയുടെ വില എന്താ? നികുതി വർദ്ധിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ? വസ്തുനികുതി, കെട്ടിട നികുതി, കറണ്ട് ചാർജ്, വെള്ളത്തിൻ്റെ കരം, മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലയിലും എത്രയോ മടങ്ങ് 100 മടങ്ങ് 500 മടങ്ങ് വിലവർധനവുണ്ടായ നികുതി വർദ്ധിച്ച് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണ് 5 വർഷക്കാലമായി ഇതെല്ലാം മനോഹരമാക്കിയെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ മണ്ടന്മാരല്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇവിടെ ആർക്ക് നിഷേധിക്കാൻ പറ്റും? ഈ വെള്ളക്കരം കൂട്ടിയില്ലേ, 40 രൂപയായിരുന്നു. എത്ര ശതമാനം വർധനമാവട്ടെ? 140 രൂപയാണ് ഇന്ന് മിനിമം. 40 രൂപ വെള്ളക്കരം മിനിമം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 140ആണ്. മുഴുവൻ കരങ്ങളും വർദ്ധിപ്പിച്ചു. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ ഈ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങൾ, ഞാൻ രാഷ്ട്രീയമല്ലത്, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം രാഷ്ട്രീയമല്ല. ശബരിമല വിഷയത്തിൽ നിങ്ങൾ തന്നെ ചോദിച്ചു. ശബരിമലയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടന്നു. പാർട്ടി നടപടിയെടുത്തില്ല, അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. പക്ഷേ പൊതുസമൂഹത്തോട് മറുപടി പറയണ്ടേ? ഇവിടെ ശബരിമലയിൽ ശ്രീ അടൂർ പ്രകാശിൻ്റെ കാര്യം പറഞ്ഞു. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം നിന്ന ഫോട്ടോ ഇല്ലേ? കേസെടുക്കണ്ടേ? ഈ പറഞ്ഞാണെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന രാജു എബ്രഹാം ഈ പറയുന്ന പോറ്റിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം നിൽക്കുന്ന ഈ പറയുന്ന പോറ്റിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. നടപടി ഉണ്ടായോ? ഇല്ലല്ലോ. കേസെടുത്തോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ അതെ മുഖ്യമന്ത്രിയോടൊപ്പം. അപ്പൊ ഫോട്ടോ നിൽക്കുന്നതിനോടൊപ്പം കേസെടുക്കണമെന്ന് ഞങ്ങൾ പറയില്ല. ശരി, നമുക്ക് എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഷാജി രാഘവന് ഇനിയുണ്ട് അവസരം. അതുപോലെ വേറെയും ചോദ്യങ്ങളുണ്ട്. പക്ഷേ എനിക്കിപ്പോ ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വരാം. നമസ്കാരം, നമ്മൾ വീണ്ടും തിരികെ എത്തുകയാണ്. ഇനിയൊരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. പക്ഷേ BJPയുടെ ഒരു നിലപാട് ബാക്കിയുണ്ട്, വളരെ പെട്ടെന്ന്. ഇല്ല, ഇവിടെ ഈ വികസനത്തെ പറ്റിയിട്ട് പറയുമ്പോഴേ വികസനം മനുഷ്യന് അനുഭവവേദ്യമാകണം. ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവവേദ്യമായ വികസനം ഞാൻ സമ്മതിക്കുന്നു, റോഡുകളുണ്ട്. ഈ റോഡിൻ്റെ വികസനം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്, അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലാരാ? കഴിഞ്ഞ 10-60 അതിന് മുമ്പ് 60 വർഷക്കാലം മാറി മുന്നണികൾ ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഈ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി എറണാകുളത്ത് വന്ന് ഈ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഈ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം റോഡുകളുടെ വികസനം ഒരു യാഥാർത്ഥ്യം. ഞാനും ചോദിച്ചോട്ടെ, നമ്മളൊക്കെ പത്തനംതിട്ട ജില്ലക്കാരാണ്. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക്, അഭ്യസവിതരായ ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ? വിദ്യാഭ്യാസ സാഹചര്യം, കുട്ടികൾ വെളിയിൽ പോകണ്ടേ? ഇന്ന് അന്യ സംസ്ഥാനങ്ങളിലോ വിദേശ രാജ്യത്തോ പോകണം വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ, തൊഴിൽ കിട്ടണമെങ്കിൽ വേണ്ടേ? നമ്മുടെ നാട്ടിലുള്ള സാഹചര്യം ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവരൊന്ന് എൻഡിഎയോടുള്ള ചോദ്യങ്ങൾ ഇരുന്നോളൂ സാർ, ഇരുന്നാലും മതി ഇരുന്നോളൂ സാർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നപ്പോൾ അതൊരു ഞാൻ പിടിച്ചോളാം, അത് വെറും ഒരു ചോദ്യമായിട്ട് പോകാൻ കഴിയുന്നതല്ല. അദ്ദേഹം വികസനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 10 വർഷത്തിന് മുമ്പ് ഇവിടെ വികസനം ഉണ്ടായിരുന്നില്ലല്ലോ. അടുപ്പിച്ച് അതോ ഞാൻ ഉറച്ച് പറയണോ? അപ്പോൾ ഉറച്ച് തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം. അല്ല, അദ്ദേഹം വലിയ കാര്യത്തിൽ 10 വർഷക്കാലത്തെ വികസനത്തിൻ്റെ കാര്യം 5483 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് അങ്ങോട്ട് കൊടുത്ത്, അറിയാ, ചുമ്മാ വായി തോന്നവരെ പറഞ്ഞ് മിടുക്ക കാണിച്ചേച്ച് പോകരുത്. റോഡിൻ്റെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ മിടുക്ക കാണിക്കരുത്. ഈ സംസ്ഥാനം 5000 കോടി മുടക്കിയപ്പോൾ എത്രയാണ് കേന്ദ്രം കൊടുത്തത്? കേന്ദ്രം ഒലക്ക കൊടുത്തത്. അവിടെ വയ്യ, പിന്നെ ജനങ്ങൾ കേൾക്കും. കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പോരായിരുന്നോ? പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്താൽ പോരായിരുന്നോ? അപ്പൊ ഇത് കൃത്യമാണ്, കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. സാറിനെ സർക്കിക്കാൻ ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അതെ, എനിക്ക് നല്ലപോലെ അറിയാം. എന്റെ ചോദ്യം, എന്തുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത്, എന്തുകൊണ്ട് പിണറായി വിജയൻ ചെയ്തില്ല? അല്ല, അദ്ദേഹം തന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബഹുമാനം എനിക്ക് വേണം. നിങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്, അത് തിരുത്തണം. ഞാൻ ഇത് മാത്രം വികസനം ഇത്തിരി റോഡിൻ്റെ പേര് മാത്രമാണ്. സ്കൂളിൻ്റെ കാര്യം നോക്കുക, ആശുപത്രിയുടെ കാര്യം ഹർഷം പറഞ്ഞു, ആശുപത്രിയുടെ കാര്യം നോക്കുക, സ്കൂളിൻ്റെ കാര്യം നോക്കുക. ഇല്ലേ, മറ്റ് ഈ ജനങ്ങൾക്ക് രാത്രി പെണ്ണുങ്ങൾക്കൊക്കെ വഴിയിറങ്ങി നടക്കാം. ഇതാണോ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്?
യു ഡി എഫുകാരാ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി തെറ്റുപറ്റി. ആര് ആശുപത്രി കാര്യം പ്രശ്നമുണ്ട്. ഈ ആശുപത്രിയല്ലേ അവിടുത്തെ ആംബുലൻസുകാരൻ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത്? ഈ ആശുപത്രിയല്ലയോ? എന്തോ അവിടെ നടന്നത്? അല്ല, അത് വളരെ കറക്റ്റാ. ഞാൻ പറയേണ്ടതിന്റെ ബാക്കി ഞാൻ പറയേണ്ടത് അതിന്റെ ശരി ശരി അല്ലല്ല ഓക്കെ ഞാൻ അദ്ദേഹം ഞാൻ പറയുന്നതിന്റെ ബാക്കി പറയേണ്ടതാ. അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടിയാ സംസാരിച്ചാൽ തോന്നുന്നു. അല്ല നിർത്തെ, അല്ല അവരെ തൂക്കി അപ്പോഴെടുത്ത് പോലീസ് അപ്പ തൂക്കിയെടുത്തവനെ. അതോടെ നോക്ക്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളില് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ശബരിമല വിഷയം ഇവിടെ പരിപ്പ് പോകുന്നതല്ല. യു ഡി എഫുകാരൻ അതിനുവേണ്ടി വോട്ട് കാത്തിരിക്കണ്ട. അല്ലല്ല മുട്ടാടിന്റെ പുറകെ കുറുക്കം പോയതുപോലിരിക്കും. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്താണ് ശബരിമല കാര്യം പൊക്കി പിടിച്ചോണ്ട് ഇവിടുന്ന് ആളുകൾ പോയതൊക്കെ ഞങ്ങൾക്കറിയാം. അതിൻ്റെ കൂടുതൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിട്ട് അതിന് ശേഷം എന്ത് പറ്റി? ആ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് പറ്റി? വീണ്ടും വന്ന് ഈ ഇടതുപക്ഷം എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി. അടുത്ത ചോദ്യം എന്താണ്? UDF പക്ഷത്തു നിന്നുള്ള ചോദ്യം. നമ്മുടെ BJP വക്താവ് വികസനം എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഈ കേരളത്തിന്റെ വികസനത്തിൽ എന്തെങ്കിലും സംഭാവന BJP സർക്കാരിനുണ്ടോ എന്ന് പറയാമോ? ഈ 10 വർഷത്തെ പറയാം. നാഷണൽ ഹൈവേ അദ്ദേഹം പറഞ്ഞു. മുൻ പ്രസിഡന്റായ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കാം, നാഷണൽ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും നടത്തി കാണിക്കാമെങ്കിൽ അത് നടത്തി കാണിച്ചു. അതിൽ കേരളത്തിന്റെ സംഭാവന എന്ന് പറഞ്ഞത് ഭൂമി ഏറ്റെടുത്തു കൊടുത്ത് എല്ലാ തടസ്സങ്ങളും നീക്കി 5850 രൂപ കൊടുക്കി. ഒരു കാര്യം കൂടെ പറയാം, എവര് ഇവിടെ പൈസ മുടക്കിയെന്ന് പറയുന്നത് വെറുതെയാ. അവര് പൈസ മുടക്കിയത് കടമെടുത്ത നാഷണൽ ഹൈവേ വികസനം. അതിന്റെ തെളിവെന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരള ടോൾ അടിച്ചാൽ അത് തിരിച്ചടയ്ക്കുന്നത്. അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ റോഡ് വികസനത്തിൽ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ പങ്കിനെ പറ്റി പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതാണ് കേരളത്തിന്റെ മുമ്പിലുള്ള തെളിവ്. ആരോഗ്യ വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കത്രിക വെച്ചതാണ്. ജനങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ട് ആ കത്രിക വെളിയിലെടുക്കേണ്ട സാഹചര്യം വന്നത്. അങ്ങനെയുള്ള വിഭാഗത്തിലെ ആരോഗ്യ വിഭാഗത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും സൂചി വേണമെങ്കിൽ വെളിയിൽ നിന്ന് മേടിക്കണം. അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ചാണ് ഇത് ഈ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ ജില്ല മറുപടി പറയും. അദ്ദേഹം മറുപടി പറയും. കേരളത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു കത്രിക ഒരു രോഗിയുടെ വയറ്റിൽ കിടക്കുന്നതല്ല പ്രശ്നം. കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആ മുഖ്യമന്ത്രി കസേര ഒരു പ്രാന്തക്കാരിയിരുന്നു. അതാണോ കേരളം ചർച്ച ചെയ്യുന്നത്? ആണോ? പറയട്ടെ. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു പ്രാന്തന കസേരക്കാരിയിരുന്നു. അതാണോ ചർച്ച ചെയ്യുന്നത്? നിങ്ങളുടെ ആദി നല്ലതുപോലെ മനസ്സിലാകും. എന്താ അറിയോ? ഞാൻ പറയട്ടെ. ഹലോ, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരുടെയും കോൺഗ്രസിന്റെയും ആദി നല്ലതുപോലെ മനസ്സിലാവും. കേരളത്തിലെ ആരോഗ്യ മേഖല ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വികസനം നേടി കേരളത്തിൽ. ആശുപത്രിയിൽ മരണം ഏത് കാലത്തും ഉണ്ടാവും. ആശുപത്രിയിൽ മരണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക് സ്റ്റോമും അടക്കമുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഏജൻസികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചുകൊണ്ട് ഓരോ വർഷവും മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ 12% ഇപ്പോൾ നാട്ടിലെ ആളുകളൊക്കെ സ്വകാര്യ ഇൻഷുറൻസ് ഏജൻസികളുടെ പിറയിലാണ്. കാരണം ഈ ഏജൻസിയിൽ ചോദ്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ വിനോദിനിയുടെ വിഷയമായ അങ്ങനെ സംസ്ഥാനത്തുടനീളം ആരോഗ്യ മേഖലയിൽ ഒട്ടടിയും പിന്നോക്കമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, പിന്നെ യുവാക്കളെ സംബന്ധിച്ചുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ ആണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങി കഴിഞ്ഞു. ഈ നാട്ടില് റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിട്ടില്ലേ? റിവേഴ്സ് മൈഗ്രേഷൻ, ബ്രെയിൻ ഡ്രെയിൻ, ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അവിടെ ലക്ഷക്കണക്കിന് രൂപ നാട്ടിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് വിദ്യാർത്ഥികൾ വരുവാണ്. അവർക്ക് അവിടെ ജോലി ലഭിക്കുന്നില്ല. ശരി, അപ്പൊ അതില് പറയാം. അത് ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കും. ഒറ്റ കാര്യം വെച്ചാൽ നാട്ടിലുള്ള കോളേജുകളിലൊക്കെ കുട്ടികളില്ല. അല്ല, ഒന്നുകിൽ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവസരം തരിക. ഇവിടെ ചോദിച്ച കാര്യത്തിൽ ഏറ്റവും പ്രധാനം
ഈ റിവേഴ്സ് മൈഗ്രേഷനെ പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവുന്നത്? കേരളം സ്വർഗമായതുകൊണ്ടാണോ? കേരളം സ്വർഗമാകുന്നത് കൊണ്ട്. കേരളം സ്വർഗമാകുന്നത് എന്തുവാ വെച്ചാൽ കേരളത്തിലെ ഐ.ടി. ഫീൽഡിൽ സമാനതകളില്ലാത്ത വളർച്ച കേരളത്തിലെ എല്ലാ മേഖലകളിലും MSMEകളിലും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത പുതിയ മുന്നേറ്റമുണ്ടായി. ഇതിലൊന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സഹായം ഉണ്ടായിട്ടില്ല. തന്നെയല്ല, ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മരിച്ചുപോയ കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിൽ രംഗം സജീവമായി. വിദേശത്തും മറ്റു സംസ്ഥാനങ്ങളിലും പോകേണ്ടി വരുന്നു. അതാണ് ആ ആരോഗ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. 5 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മരണപ്പെട്ടു. 5 പേര് അവിടെ ഞാൻ പറഞ്ഞത് 5 പേർ വെന്റിലേറ്ററിലെ തീപിടുത്തം കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ 5 പേരാണ് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ല. ഈ 5 പേരാണ് മരണപ്പെട്ടത്. അല്ലെ, ഒരു കാര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മെഡിക്കൽ കോളേജിൽ കോളേജിലെ സൂപ്രണ്ട് ഈ സർജറി വിഭാഗം മേധാവി ആ ആശുപത്രിയുടെ മുമ്പിൽ എഴുതി ഒട്ടിക്കുകയാണ്, ഇവിടെ വന്നാൽ മരണം ഉറപ്പാണ്. നിങ്ങൾ അഫിഡവിറ്റ് തന്നാൽ നിങ്ങളെ ഇവിടെ ചികിത്സിക്കാമെന്ന് ചരിത്രത്തിലാദ്യമാണ്. ആരോഗ്യ മേഖല ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ചരിത്രമാണ് കേരളത്തിലുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആ ആരോഗ്യ മേഖലയാണ് സമ്പുഷ്ടമാണെന്ന് ഇവിടെ പറയുന്നത്. വളരെ വളരെ ഉച്ച സ്ഥായിൽ നിൽക്കുമ്പോ ഒരുപാട് പേര് കൈ നീട്ടുന്നുണ്ടായിരുന്നു, മൈക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ശരി നമുക്ക് ഇനി സമയമില്ല. വളരെ വൈബ്രന്റ് ആണ് അടൂർ, വൈബ്രന്റ് ആണ് പത്തനംതിട്ട. ഇതാണ് കേരളത്തിന്റെ ഇലക്ഷൻ വൈബ്. നിങ്ങൾക്ക് കാണാം ഈ ജനസഞ്ചയത്തെ. ഇത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഇടത്തും കാണുന്നത്. അങ്ങനെ കലക്കട്ടെ ജനോത്സവം. നമുക്ക് ഇലക്ഷൻ ബസ്സിൽ മറ്റൊരിടത്ത്